ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയൂണിന് ഞാൻ തയ്യാറാക്കിയ കുറച്ച് നാടൻ വിഭവങ്ങളുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാമ്പാർ, ബീട്രൂട്ട് പച്ചടി, പച്ചക്കായ മെഴുക്ക് പുരട്ടി, പിന്നെ അയല വറുത്തതും. ഇത്രയുമാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മീനെല്ലാം വെട്ടി കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മസാല തയ്യാറാക്കാനായിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം മിക്സിയിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം ചേർക്കാതെ ഇത് നമുക്ക് നല്ല മയത്തിൽ ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്ന് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം കൈ വെച്ചാണ് ഞാൻ ഇത് ആ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിനി സാമ്പാർ തയ്യാറാക്കാം. സാമ്പാറിലേക്കുള്ള പരിപ്പ് ഞാൻ ആദ്യം തന്നെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് അത് ഒരു 4-5 വിസിൽ കൊണ്ട് ഞാൻ വേവിച്ചെടുക്കുന്നു. കുറച്ച് വേവുള്ള പരിപ്പായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു കടായി ചൂടാക്കിയ ശേഷം കടായിലേക്ക് സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കൂടെ ഇട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങൾ എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ പൊടികളെല്ലാം എടുക്കാൻ. ഇനി ആ പൊടികളുടെ ആ പച്ചമണം ഒന്ന് പോയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് പൊടികളുമായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പടവലം എടുത്തിട്ടുണ്ട്, അതുപോലെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെള്ളരി, പിന്നെ തക്കാളി, സവാള, ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ഈ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് പരിപ്പ് ചേർക്കുന്നത്. വേവിച്ച പരിപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കഷ്ണങ്ങളും പരിപ്പും കൂടെ ഒന്ന് വെന്ത് ഒന്ന് മിക്സായിട്ടൊന്ന് തിളച്ച് വരണം. ആ സമയം കൊണ്ട് ഞാൻ വെണ്ടയ്ക്ക വേറെ തന്നെ ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി വഴന്ന് വന്നു കഴിഞ്ഞാൽ ആ വെണ്ടയ്ക്ക കഷ്ണങ്ങളും കൂടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയില്ലെങ്കിൽ ആ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പ് ആ സാമ്പാറിൽ കാണും. അതുകൊണ്ടാണ് വേറെ തന്നെ വഴറ്റിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പെട്ടെന്നൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ സാമ്പാർ ഇവിടെ തയ്യാറായി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളവും പിന്നെ സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടുതലായിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി കടുക് വറുക്കാം. കടായിൽ എണ്ണ ചൂടായിട്ട് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം സാമ്പാറിലേക്ക് ഒഴിച്ച് അവിടെ മൂടി വയ്ക്കുക. അപ്പോൾ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പച്ചക്കായ കൊണ്ട് ഒരു ചെറുതായിട്ട് പെട്ടെന്നൊരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ വാഴയിലുണ്ടായിട്ടുള്ള ഒരു കൊല വാഴക്കാക്കൊല ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു പച്ചക്കായ എടുത്തിട്ടാണ് ഞാൻ പെട്ടെന്ന് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. അപ്പം കായ ഞാൻ ചെറുതായിട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷമാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. കടായിൽ എണ്ണ ചൂടായി വരുമ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ആദ്യം ചേർത്ത് കൊടുത്ത് ഇതുപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു ചെറിയ സവാളയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സവാളയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോൾ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ കായ കഷ്ണങ്ങൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയ ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പാകത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കിയെടുക്കാൻ. ആവിയിൽ ഈ പച്ചക്കായ കഷ്ണങ്ങൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല ഒരു മെഴുക്ക് പുരട്ടി നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. അപ്പോൾ മെഴുക്ക് പുരട്ടിയും കൂടെ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് പിന്നെ ഞാൻ ചെയ്തത് മീൻ വറക്കുകയാണ്. മീൻ വറക്കാൻ ഞാൻ കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരമണിക്കൂർ നേരം മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതെല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിച്ച് കാണും മീനിലേക്ക്. അപ്പോൾ ആ മീൻ കഷ്ണങ്ങൾ അതിലേക്കിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അയല മീനാണ് ഞാൻ ഇന്ന് കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ തയ്യാറാക്കുന്ന ഒരു പച്ചടിയാണ്. ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയത്തിലും കുറച്ചും കൂടെ വലിയ ഒരു ബീറ്റ്റൂട്ടാണ്. അത് ഗ്രേറ്ററിൽ വെച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ്
പച്ചടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഗ്രേറ്റ് ചെയ്ത ശേഷം ഞാൻ കടായിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ എരിവിനായിട്ട് ഒരു പച്ചമുളകും കൂടെ പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് അത് വേകാൻ ആവശ്യമായിട്ടുള്ള ആ വെള്ളം, അതായത് ആ വെള്ളം കൂടാൻ പാടില്ല, കൂടുതലാവാതെ കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പച്ചടിക്ക് വേവിച്ചെടുക്കാൻ. ഈ പച്ചടി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ബീട്രൂട്ടൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അരപ്പ് വേണമല്ലോ. അതിനായിട്ട് അരക്കപ്പ് തേങ്ങയിലേക്ക് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോഴേക്കും ഈ ബീട്രൂട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആ അരപ്പൂടെ ചേർത്ത് ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ച ശേഷം അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ആ തേങ്ങയുടെ അരപ്പൂടെ ഒന്ന് നമുക്ക് വെന്ത് വരണം. അത് ചെറിയൊരു തീയിൽ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കും. 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ ആ അരപ്പൂടെ നമുക്കത് വെന്ത് വരും. ഇനി അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വന്നെന്ന് മനസ്സിലായാൽ നമുക്കതിലേക്ക് ഇനി തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അധികം പുളിയില്ലാത്ത തൈര് കട്ട ഉടച്ച ശേഷം വേണം ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നന്നായിട്ട് തൈരുമായിട്ട് ഇനി ആ ചൂടിൽ തൈരുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിട്ടാൽ ബീട്രൂട്ട് പച്ചടി ഇവിടെ ശരിയായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വെള്ളരിക്ക വെച്ച് പച്ചടി തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് എനിക്കിവിടെ ബീട്രൂട്ടാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയത്. ഇനി എണ്ണയിലേക്ക് കടുകും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഉടനെ തന്നെ നമ്മളത് മൂടി വയ്ക്കണം. മൂടി വെച്ചാലാണ് അതിൻ്റെ ആ ഫ്ലേവറെല്ലാം പച്ചടിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോറ് വിളമ്പാനുള്ള സമയമായി. നല്ല ചൂടുള്ള മട്ടയരി ചോറിൻ്റെ കൂടെ ഈ കായ മെഴുക്ക് വരട്ടിയും ബീട്രൂട്ട് പച്ചടിയും അതുപോലെ അയലമീൻ വറുത്തതും നല്ല ചൂട് സാമ്പാറും ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിൻ്റെ റെസിപ്പി. അപ്പോൾ എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുമല്ലോ. അപ്പോൾ ഇത്രയും വിഭവങ്ങൾ തയ്യാറാക്കാൻ ഏകദേശം എനിക്ക് 1.5 മണിക്കൂർ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല വിഭവങ്ങളുമായിട്ട് ഉച്ചയൂണ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.